നമസ്കാരം. ഇന്നത്തെ ക്ലാസ് വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൻ്റെ പ്രയോഗം അഥവാ പരിശീലനത്തെക്കുറിച്ചാണ്. അത് പരിശീലിക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? സ്വയംഭരണം അഥവാ ഓട്ടോണമിയാണ്. അതോടൊപ്പം വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൻ്റെ ഉത്ഭവവും വികാസവും അന്തർദേശീയ സംഘടനകളെക്കുറിച്ചുമെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വിനിമയ അപഗ്രഥന ശാസ്ത്രം നമ്മൾ പരിശീലിക്കുന്നത് എന്തിനാണ്? നമുക്ക് സ്വയംഭരണം ഉണ്ടാവാനായിട്ടാണ്. സ്വയംഭരണം എന്നാൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഓട്ടോണമി എന്നാണ്. ഓട്ടോണമി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ്, സ്വാതന്ത്ര്യത്തിനും അപ്പുറമാണ്. ഇതിനെ പ്രത്യേകിച്ച് എറിബേൺ നിർവചിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ സ്വഭാവങ്ങൾ വിസ്തരിക്കുന്നുണ്ട്. അത് 3 കാര്യങ്ങളാണ് അതിൽ ബേൺ പറയുന്നത്. 1 അവബോധം, 2 നൈസർഗികത, 3 ദൃഢമൈത്രി. ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് കാണാവുന്നതാണ്. ആദ്യം അവബോധം കാണാം. അവബോധം എന്ന് പറയുന്നത് നമ്മുടെ തലയിലെഴുത്തിനെക്കുറിച്ചും നമ്മുടെ ഉള്ളിലുള്ള വിലക്കുകളെക്കുറിച്ചും നമ്മുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെയുള്ള തിരിച്ചറിവുകളാണ്. ടി.എ പഠിക്കുമ്പോൾ നമുക്കതുണ്ടാകുന്നുണ്ട്. അതുണ്ടാകുമ്പം നമുക്ക് നമ്മുടെ വ്യക്തിത്വം കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് നൈസർഗികത എന്ന് പറയുന്നത്. നൈസർഗികത എന്ന് പറയുന്നത് വെറും സ്വാതന്ത്ര്യമല്ല, നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അവസരങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ കഴിവിനെക്കുറിച്ചുള്ള ഒരു ഉത്ബോധവും അതിനുള്ള ഒരു പ്രേരണയും നല്ല പറയണ്ടേ, അതിനുള്ള ഒരു നമ്മുടെ സ്വന്തമായ കഴിവ്, അതാണ് ഓട്ടോണമി എന്ന് പറയുന്നത്. ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദൃഢമൈത്രി അഥവാ സൗഹൃദമാണ്. ദൃഢമൈത്രി അഥവാ സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനുള്ള ശിശുതുല്യമായ കഴിവ് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ മുതിർന്ന ജീവിതത്തിൽ കൂട്ടുകൂടുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെല്ലാം മനസ്സിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. തലയിലെഴുത്ത് മനസ്സിലാക്കി അതിൽ നിന്ന് ഒക്കെ വിടുതൽ നേടുമ്പം നമുക്ക് ഈ കഴിവ് വീണ്ടെടുക്കാൻ പറ്റും. ഇത് വളരെ തൃപ്തികരമായ ഒരു ജീവിതാനുഭവം നമുക്ക് തരും. അതിനെയാണ് ഞാൻ സമൃദ്ധമായ ജീവിതമെന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സ്വയംഭരണത്തിൻ്റെ ഒരു ഭൂമികയാണ്. തലയിലെഴുത്തിൻ്റെ ഭൂമിക പോലെ തന്നെ അതിരിക്കും, പക്ഷേ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സൂചനകൾ മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. തലയിലെഴുത്തെന്ന് പറയുന്നത് മുകളിലേക്ക് വളരാനുള്ള നമ്മുടെ ആഗ്രഹത്തെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ നമുക്ക് വളരാനുള്ള ആഗ്രഹം മാതാപിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് നമ്മൾ പരിധിയില്ലാത്ത അവസ്ഥയിലേക്ക് മാനസികമായ വളർച്ച അനുഭവിക്കാൻ നമുക്കിടയാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ടി.എ ഒരു സദ്വാർത്തയാണ് എന്ന് ഞാൻ പറയാറുള്ളത്. തലയിലെഴുത്തിൻ്റെ ഭൂമിക എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വയംഭരണത്തിൻ്റെ ഭൂമികയായി മാറുന്നതെന്ന് ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. താഴോട്ട് പിടിച്ച് വലിച്ചിരുന്ന അനുഭവത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ് തലയിലെഴുത്ത് മാറുമ്പം നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം. ഇവിടെ നമ്മൾ വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുകയാണ്. 2ാം ലോകമഹായുദ്ധ കാലം കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് ടി.എ വികസിക്കുന്നത്. പട്ടാള സേവനം കഴിഞ്ഞ് വന്ന ബേണിൻ്റെ സ്വന്തം അനുഭവങ്ങളും അവിടെ വെച്ചുണ്ടായ ഉൾക്കാഴ്ചകളും, പിന്നെ സൈക്കോ അനാലിസിസ് പഠിച്ചപ്പം അവിടുത്തെ ഗുരുവായിരുന്ന പോൾ ഫെഡേൺ ഉപയോഗിച്ചിരുന്ന ഈഗോ സൈക്കോളജിയെക്കുറിച്ചുള്ള അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ബേണിന്. അത് കുറച്ച് വികസിപ്പിച്ചതാണ് തിയറിയിൽ അദ്ദേഹം ഈഗോ സ്റ്റേറ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം വായിക്കുകയും ഒരുപാട് യാത്ര ചെയ്യുകയും ഒരുപാട് രോഗികളെ പരിചരിക്കുകയും ചെയ്ത അനുഭവത്തിൽ നിന്നാണ് ബേണി തിയറി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ടി.എ തിയറി ബേൺ വികസിപ്പിച്ചെടുത്തത് മനോരോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു തിയറി ആയിട്ടാണ്. അതിനനുസരിച്ച് മനോരോഗങ്ങളെ എങ്ങനെ ചികിത്സിക്കാമെന്നും അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. ഇങ്ങനെയാണെങ്കിലും അന്നത്തെ കാലത്ത് മനോരോഗ ചികിത്സ വലിയ നിഗൂഢമായ ഒരു പ്രവൃത്തിയായിരുന്നു.
അതിൻ്റെ നിഗൂഢത ഒഴിവാക്കി ബേൺ. എല്ലാവർക്കും എന്ന് വെച്ചാൽ അത്യാവശ്യം പഠിപ്പുള്ള എല്ലാവർക്കും ബേണിൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാനുള്ള അവസരം ഉണ്ടായി, ഡോക്ടർമാർ മാത്രമല്ല. അപ്പോൾ അങ്ങനെ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന ജോലികൾ ചെയ്യുന്ന പലതരം ആളുകൾ അവിടെ വന്ന് ക്ലാസ് കേൾക്കാൻ ഇടയായപ്പം ഈ ലളിതവൽക്കരിക്കപ്പെട്ട തിയറി നമുക്ക് മനുഷ്യ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരോരോരുത്തരും അവരുടെ പ്രവർത്തന മേഖലകളിൽ TA ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു. ബേൺ അത് അനുഗ്രഹാശിസുകളോടെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന TA മനഃശാസ്ത്രം വികസിച്ചു വന്നത്. എറിക് ബേണിൻ്റെ അടുത്ത് TA പഠിക്കാൻ വന്നവരെല്ലാം പലതരം ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരായിരുന്നു. അവരോരോരുത്തരും മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്നവരും സംഘടനകളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കി ഇത് അവിടെയൊക്കെ അവർക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന്. അങ്ങനെ ഇത് വികസിച്ച് ഇന്ന് 4 മേഖലകളിൽ പരിശീലനവും സർട്ടിഫിക്കേഷനും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ നൽകുന്നുണ്ട്. അത് കൗൺസിലിങ്, മനഃശാസ്ത്ര ചികിത്സ, വിദ്യാഭ്യാസത്തിൽ, സാമൂഹ്യ വികസനത്തിൽ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആർക്കാണ് TA പഠിക്കാൻ യോഗ്യത എന്നുള്ളതാണ്. മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും TA പഠിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യബന്ധങ്ങൾ നന്നാക്കാൻ നമ്മളുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കുന്നത് നമ്മളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യം ഭാഷാ നൈപുണ്യവും കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ TA പഠിക്കാവുന്നതാണ്. വിനിമയാപഗ്രഥന ശാസ്ത്രം വളർന്നപ്പം പല അവാന്തര വിഭാഗങ്ങളും ഉണ്ടായി. അതിലേറ്റവും പ്രധാനമായ ഒന്ന് എറിക് ബേൺ ചെയ്തിരുന്നത് പോലെ തന്നെ ഇന്നും ചെയ്യുന്ന ക്ലാസിക്കൽ സ്കൂൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. അവിടെ രോഗകാരണമായിട്ട് മനസ്സിലാക്കുന്നത് വ്യക്തിഭാവങ്ങളിലെ കളങ്കങ്ങളും ഒഴിവാക്കലുകളുമാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രധാന ചികിത്സാ രീതി കളങ്കങ്ങളെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ, പക്വഭാവത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് രണ്ടുമാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട അവാന്തര വിഭാഗം വന്നത് കത്തക്സിക് സ്കൂൾ എന്ന് പറയും. അത് പത്തോളജി എന്താണെന്നുള്ളത് കൂടുതൽ വിശദീകരിച്ചത് ഈ ഒരു കൂട്ടരാണ്. അതിപ്പോഴത്തെ ഒരു പ്രധാന ചിന്താഗതി വളർച്ചയുടെ കാലത്ത് പിതൃഭാവത്തിനുണ്ടാകുന്ന പോരായ്മകളാണ് വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവും. അതുകൊണ്ട് ചികിത്സയുടെ പ്രധാനപ്പെട്ട രീതി പുതിയ പിതൃഭാവം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റീപേരൻറ്റിങ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കൂട്ടം ആളുകൾ ചെയ്തിരുന്നത്. ഇത്തരം ചികിത്സാ രീതി ഇപ്പോൾ വളരെ കുറവാണ്, പക്ഷേ അവിടുത്തെ ചില ആശയങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവരുടെ ഒരു ചികിത്സാ രീതി തന്നെയായിരുന്നു രോഗികളായിട്ടുള്ളവരെ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ അഡോപ്റ്റ് ചെയ്ത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിക്കുക എന്നുള്ളത് ചികിത്സകരുടെ ഒരു ശൈലിയായിരുന്നു. മൂന്നാമതൊരു പ്രധാന വിഭാഗം റീഡിസിഷൻ സ്കൂൾ എന്നറിയപ്പെട്ടിരുന്നു. ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ രോഗകാരണം ശിശുഭാവത്തിനുണ്ടാകുന്ന തകരാറുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ചികിത്സയിലെ പ്രധാന ലക്ഷ്യം ശിശുഭാവത്തിനെ ശക്തിപ്പെടുത്തുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുണ്ടാക്കുക, ശിശുഭാവത്തിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു കൂട്ടരുടെ ചികിത്സാ രീതി. ഇതിപ്പോഴും പല ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് മൂന്നും പല രീതിയിൽ ചേർന്നാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. 4 പ്രധാന മേഖലകളിലാണ് അന്തർദേശീയ സംഘടന ഇന്ന് യോഗ്യതാ പരിശീലനം നടത്തി, പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ്സ് നൽകുന്നത്. ഒന്ന് സാമൂഹ്യ തലത്തിലുള്ള ആപ്ലിക്കേഷൻ, ഓർഗനൈസേഷണൽ എന്ന് പറയും. 2 വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രയോഗം, ആപ്ലിക്കേഷൻ. 3 കൗൺസിലിംഗ് മേഖലയിലുള്ള ആപ്ലിക്കേഷൻ. 4 മനോരോഗ ചികിത്സയിൽ അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്ന് പറയും. ഇതെല്ലാം അടുത്ത കാലത്തായി വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ പുതുതായി ഉരുത്തിരിഞ്ഞു വന്ന ചികിത്സാ സങ്കേതങ്ങളും രീതികളുമാണ്. ഇത് ഓരോന്നും നേരത്തെ പറഞ്ഞ 3 ക്ലാസിക്കൽ കാത്തക്സിസ് റീഡിസിഷൻ സ്കൂളുകളിലെയും ഒരു ഡെവലപ്മെൻറ്റാണ്. അതിനോട് ചേർന്ന് മറ്റാശയങ്ങളും കൂടെ ചേർത്ത് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി എടുത്തു വച്ചിരിക്കുന്ന തിയറികളാണ്. ഞാനതെല്ലാം ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾക്കിതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം.
വിശദമായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാവുന്നതാണ്. ഇതും അതുപോലെയുള്ള കുറച്ച് പുതിയ ആശയങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഓർഗനൈസേഷണൽ മേഖലയിലും TA മൊത്തത്തിലായിട്ടും ഒക്കെ പുതിയ ആശയങ്ങൾ അടുത്ത കാലത്ത് എറിക് ബേൺ മെമ്മോറിയൽ അവാർഡൊക്കെ കിട്ടിയ ആശയങ്ങൾ ഇതിനകത്തുണ്ട്. എറിക് ബേൺ എഴുതിയ പുസ്തകങ്ങൾ, വിനിമയാപഗ്രഥന ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചിരുന്ന അതിൻ്റെ ജേർണലുകൾ, അന്തർദേശീയ സംഘടനയുടെ ന്യൂസ് ലെറ്റേഴ്സ്, ഇതിനകത്തെല്ലാം TA ചരിത്രവും ആഴത്തിൽ അതിൻ്റെ തിയറി വികസിച്ചതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇത് തുടർന്ന് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതെല്ലാം വളരെ പ്രയോജനകരമാണ്. ഇത് അന്തർദേശീയ സംഘടനയുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം ലഭ്യമാണ്. അതുപോലെ തന്നെ എറിക് ബേണിന് ശേഷം TA വിദഗ്ധരായിരുന്ന ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതും വളരെ നല്ലതാണ്. പുതിയ ആശയങ്ങൾ എങ്ങനെയാണ് വികസിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ അത് വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും TA വികസനത്തിലുണ്ട് എന്നോർക്കുക. വിനിമയാപഗ്രഥനം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അംഗങ്ങളായിട്ടുള്ള സംഘടനകൾ ഏറ്റവും പ്രധാനം ITA അഥവാ അന്തർദേശീയ സംഘടനയാണ്. ലോകമെമ്പാടുമുള്ളവർ അവിടെ അംഗങ്ങളായിട്ടുണ്ട്. യൂറോപ്പിന് മാത്രമായിട്ടുള്ളൊരു സംഘടനയാണ് EATA അഥവാ IATA എന്നറിയപ്പെടുന്നത്. സാട്ട എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളിലുള്ള അംഗങ്ങളുടെ സംഘടനയാണ്. ഓരോ പ്രദേശത്തും അതാത് രാജ്യങ്ങളുടെ സംഘടനകൾ ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്തർദേശീയ സംഘടനയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിനിമയാപഗ്രഥന ശാസ്ത്രത്തിൻ്റെ പല തലങ്ങളിലുള്ള പരിശീലനങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1-ാം തലം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, 101 അഥവാ ബേസിക് കോഴ്സ് എന്ന് പറയും. 2-ാം തലം പ്രാക്ടീഷണേഴ്സ് ആകാനുള്ളതാണ്, 202. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. ഞാൻ നടത്തുന്ന പരിശീലനങ്ങളെക്കുറിച്ച് അന്തർദേശീയ വെബ്സൈറ്റിൽ ലോകത്തെമ്പാടുമുള്ള പരിശീലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് www.shalom4ta.com എന്നാണ്. 3-ാം തലത്തിലുള്ള പരിശീലനം എന്ന് പറയുന്നത് പരിശീലിപ്പിക്കാനുള്ള പരിശീലനമാണ്, പരിശീലകരാകാനുള്ള പരിശീലനമാണ്. അത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ്. ബേസിക് കോഴ്സ് മാത്രം നടത്താനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഈ 2-ാം തല പഠനം പൂർത്തിയാക്കിയവർക്ക് കിട്ടാറുണ്ട്. കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനം കഴിയുമ്പം കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പേര് ടീച്ചിങ് സൂപ്പർവൈസിങ് ട്രാൻസാക്ഷണൽ അനലിസ്റ്റ് എന്നാണ്, TSTA. അത് 3-ാം തല പരിശീലനമാണ്. അപ്പം ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് വെബ്സൈറ്റിൽ കയറിയാൽ മനസ്സിലാക്കാം. വിനിമയാപഗ്രഥന ശാസ്ത്രത്തിൻ്റെ പ്രാക്ടീസിൽ അല്ലെങ്കിൽ പരിശീലനത്തിൽ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതെപ്പോഴും ഒരു ഉടമ്പടി പ്രകാരമായിരിക്കണം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചു. നമ്മൾ മാനസികമായ അടവുകളിൽ ചെന്ന് പെടാതെ നമ്മുടെ ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടി പ്രകാരം പരിശീലിപ്പിക്കേണ്ടത്. 2, ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ തുറന്ന സംവാദങ്ങളും തുറന്ന സംസാരങ്ങളും ആയിരിക്കണം. മറച്ചു വെച്ച ഗോപ്യമായ സംസാരങ്ങൾ TA പരിശീലിക്കുന്നവരുടെയും പരിശീലിപ്പിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ. ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് കൗൺസിലിങ്ങിൽ പ്രവർത്തിക്കുന്നവർക്ക് TA പ്രയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഒന്ന് പ്രത്യേകം പറയുകയാണ്. കൗൺസിലിംഗ് പരിശീലിക്കുന്നവർക്ക് ഒരു ഓട്ടോണമസ് പ്രാക്ടീസ് ഉണ്ടാകാൻ TA വളരെ സഹായിക്കും. കൗൺസിലിയുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ, പ്രവർത്തനത്തിലൊരു വഴക്കം ഉണ്ടാകാനായിട്ട്, കൗൺസിലിംഗ് പ്രസൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നടക്കാൻ, പഴയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് TA പഠിച്ചാൽ അതിനുള്ളൊരു കഴിവുണ്ടാകും. അതുപോലെ TA സങ്കേതങ്ങൾ ഫലപ്രദമായിട്ട് കൗൺസിലിങ്ങിൽ ഉപയോഗിക്കാൻ ഇത് പഠിക്കുന്നത് വളരെ സഹായകരമാണ്. അതുപോലെ കൗൺസിലിയെ ജഡ്ജ് ചെയ്യാതെ, വിധിക്കാതെ കൗൺസിലിയെ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയോടെ കൗൺസിലിങ്ങിൽ പ്രവർത്തിക്കാൻ കൗൺസിലർക്ക് സാധിക്കും TA പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ കൗൺസിലിങ്ങിന് ഒരു 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 ആത്മസാക്ഷാത്കാരത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും TA പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പ്രൊഫഷണലായിട്ട് വിനിമയാപഗ്രഥന ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുകയും പരിശീലിക്കുകയും ചെയ്യുന്നവർക്ക് 3 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് പറയാറുണ്ട്.
അതിലൊന്നാമത്തേത് പൊട്ടൻസിയാണ്. നല്ല സാമർഥ്യം, വല്ലഭത്വം, നല്ല പഠിപ്പുണ്ടായിരിക്കണം. ആ പഠിപ്പിൽ നല്ല സാമർഥ്യം ലഭിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തേത് പ്രൊട്ടക്ഷനാണ്, അഥവാ സുരക്ഷിതത്വമാണ്. സ്വയം സുരക്ഷിതരായിരിക്കാനും പഠിക്കണം. നമ്മളുടെ ക്ലയൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയാലും കൗൺസിലിങ്ങിന് വരുന്നവരായാലും നമ്മുടെ വിദ്യാർത്ഥികളായാലും അവരൊക്കെ മാനസികമായ അപകടങ്ങളിൽ ചെന്നുപെടാതെ സുരക്ഷിതരായിരിക്കാൻ അവരെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സുരക്ഷയും അവർക്ക് കൊടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് അനുഗ്രഹിക്കാനുള്ള കഴിവാണ്. ഏറ്റവും പ്രധാനമായ കഴിവ് അതാണ്. മറ്റുള്ളവരുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവുകയും അത് കണ്ടെത്തുകയും അത് അവരെ കാണിച്ചു കൊടുക്കുകയും അത് വർദ്ധിപ്പിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്താൽ മാത്രമേ വിജയകരമായിട്ട് നമുക്ക് TA പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് എനിക്ക് അയച്ചു തന്നാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. എൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ 1-to-1 ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഈ നീണ്ടു നിന്ന പഠനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 13 ക്ലാസ്സുകളായിട്ടാണ് നമ്മളിത് പഠിച്ചത്. ഇത് അവസാനത്തെ സെഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ആശയം കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ പുറകോട്ട് പോയി നോക്കാവുന്നതാണ് ഏത് വീഡിയോയിലും. അതിനുശേഷം സർട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഒരു ചെറിയ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ അറിയിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകളുടെ ഒരു സീരീസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച് അഗെയിൻ.